ഹായ് ഓൾ, നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഇത്താത്തി ഉണ്ട് കൂടെ. ഓളെ മോൾക്കും ക്രിസ്മസ് സെലിബ്രേഷനാണ് സ്കൂളിൽ, അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബേബി ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. എനിക്ക് വേണ്ട സാധനം ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ക്യൂട്ട് ഐറ്റംസ് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്കും ബേബി ഷവറിനും അതേപോലെ തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണുമ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പ്രൈസ് കണ്ടപ്പോൾ അവിടെ തന്നെ വെച്ചു. പിന്നെ ഈ ഒരു ഐറ്റം നല്ല രസമുണ്ട് കേട്ടോ. ടേബിൾ ലാമ്പാണ്. ക്യാമറയുടെ ഒരു രീതിയിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള യെല്ലോ കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഈ ഒരു ക്യാപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഇത്താത്ത എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്റ്റാറും അതേപോലെ തന്നെ നമ്മുടെ സാന്റാക്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. സാന്റാക്ലോസിൻ്റെ ചെറിയ ഒരു മിനി വേർഷനാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് മെട്രോ സെൻറ്ററിലാണ്. ഇവിടെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നല്ല പെന്നൊക്കെ ഉണ്ട്. പെന്നിനേക്കാളും കൂടുതൽ ഇവിടെ പെൻസിൽ കളക്ഷനാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ ഈ ഒരു പെൻസിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം നമ്മുടെ ഗണ്ണിൻ്റെ ഒക്കെ രീതിയിൽ ചെറിയ ബോയ്സിനൊക്കെ ഇഷ്ടപ്പെടും ഈ സംഭവം. പിന്നെ വെറുതെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ടോയ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലൗഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ടായ ചോക്ലേറ്റ്സ്, ഇത് കണ്ടാൽ പിന്നെ സ്റ്റെക്ക് ആവാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് 2-3 ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ കിസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ കുട്ടി കുട്ടി സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫെവി ഗം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ കൊണ്ടൊരു ക്രാഫ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ, അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഫെവിക്കോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറുത് വാങ്ങിക്കുന്നതിലും ലാഭം വലുത് വാങ്ങിക്കുന്നതാണ്. വലുതിന് 150 രൂപയേ ഉള്ളൂ. ഇത് ഒടിഞ്ഞു കുത്തി നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും യൂസ് ചെയ്തതാണെന്ന്, പക്ഷേങ്കിലല്ല കേട്ടോ. ഇത് വാങ്ങിക്കുമ്പോൾ ഈ ഒരു മോഡലിൽ തന്നെയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച റൈറ്റാണ് ഈ ഒരു പാസ്റ്റൽ അക്രൈലിക് കളേഴ്സ്. അപ്പോൾ ഇതിൽ നല്ല ലൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിങ്കും അതേപോലെ തന്നെ ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, അങ്ങനെ കുറേ നാൾ തപ്പി നടന്നിട്ട് കിട്ടിയത് ഇപ്പോഴാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിസർ. ഇതിനെ കൊണ്ട് പിന്നെ ഒരുപാട് യൂസ് ഉണ്ടല്ലോ, അപ്പോൾ സിസർ എന്തായാലും ആവശ്യമാണ് എല്ലാത്തിനും. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടു, നമ്മുടെ ഫയർ ബോട്ടിൽ പോലെ ഇല്ലേ, അത് കണ്ടിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊരു ഷാർപ്പനറാണ് കേട്ടോ, വേറൊന്നുമല്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു പെൻസിലാണ് കേട്ടോ, യുണീക്കോണിൻ്റെ പെൻസിലാണ്. പിന്നെ നമ്മൾ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പെൻസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെയിം ബർഗറിൻ്റെ പെൻസിലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അട്രാക്റ്റീവാണ്, അതുകൊണ്ട് മാത്രം എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഞാനൊരു BTS ഫാനൊന്നും അല്ല, എന്നാലും എനിക്ക് ഈ ഒരു പെൻസിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു മിനി ബുക്ക് ഇതിൻ്റെ മുകളിലുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. BTS ലവേഴ്സ് ഒരുപാട് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും. ഇത് വർക്കിംഗ് അല്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാനത് വാങ്ങിച്ചു. പിന്നെ എടുത്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു ലിപ്സ്റ്റിക് പെന്ന് കേട്ടോ. കണ്ടാൽ പെന്നാണെന്ന് പോലും തോന്നില്ല. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പല്ലേ, അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പാടെ തന്നെ എടുത്തൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.